ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗമായ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീ ഏകോപനം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് ശ്വസനം എന്നുള്ളതും വിസർജനം എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് പോലെ തന്നെയാണ് ഈ ഒരു പാഠഭാഗവും. ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. ഇനി എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. 7ാമത്തെ പാഠം മനുഷ്യ ശരീരം ഒരു വിസ്മയം അല്ലേ? എന്തൊക്കെയാണ്? രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ? ചിത്രം നിരീക്ഷിച്ചു. കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ട്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? ചർച്ച ചെയ്യൂ. ഇവിടെ എന്തിനാണ് നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ എടുക്കുന്നത്? കാരണം നമ്മുടെ ശരീരം അത്രയും ക്ഷീണിച്ച അവസ്ഥയിൽ മാത്രമാണ് നമ്മൾ രക്തത്തിലൂടെ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കയറ്റുക. കാരണം രക്തത്തിലൂടെ കയറ്റുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. നമ്മൾ സാധാരണ ഒരു നോർമൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിലെത്തി അത് കുറേ സമയം നമുക്ക് അറിയാമല്ലേ എങ്ങനെയാണ് അതിൻ്റെ ദഹനം നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അത്രയും സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ശരീരം ക്ഷീണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമായിട്ടുണ്ടെങ്കിൽ രക്തത്തിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ വേഗം എത്തുകയും ചെയ്യും. ഇനി ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേരുന്ന ഓക്സിജനും കോശങ്ങളിൽ ചേരേണ്ടതുണ്ടല്ലോ. ഇവ എങ്ങനെയാണ് കോശങ്ങളിലേക്ക് എത്തുന്നത്? നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്? രക്തത്തിൻ്റെ ധമനികളിലൂടെയാണ് അല്ലേ? രക്തത്തിൻ്റെ ധമനികളിലൂടെയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇനി അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? രക്തവും രക്തക്കുഴലുകളും ഹൃദയവും ചേരുന്നതാണ്. ഇനി മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്തൂ. ഇവിടെ ഏതാണ്? രക്തം തന്നിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഹൃദയം, അതുപോലെ തന്നെ രക്തധമനികൾ. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് ഹൃദയം, രക്തധമനികൾ എന്ന് എഴുതി കൊടുക്കുക. ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തുന്നതുമായ രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. അപ്പോൾ എന്തൊക്കെയാണ് ധർമ്മം? ഒന്ന്, ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുക. ഇത് രണ്ടുമാണ് നമ്മുടെ ഈ രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത്. നമുക്ക് ഇനിയുള്ള ബാക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയൊക്കെയാണെന്ന്. ഇനി മനുഷ്യരക്തം. നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? ചുവപ്പ് നിറമാണല്ലേ? ഈ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ചുവപ്പ് നിറം ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ രക്തത്തിന് ഈ ചുവപ്പ് നിറം ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്നും മനസ്സിലായി. എന്തുകൊണ്ടാണ്? രക്തത്തിന് ആ നിറം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഈ ഒരു ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ നല്ല രീതിയിൽ നമ്മുടെ രക്തത്തിലുണ്ടാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ? ഇനി ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ്? ഈത്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തേക്ക് ഹീമോഗ്ലോബിന് നന്നായിട്ട് കിട്ടുന്ന ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്ലാസ്മ, അതുപോലെ പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശങ്ങൾ, ചുവന്ന രക്തകോശങ്ങൾ. ഇതൊക്കെയാണ് രക്തത്തിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഓരോന്നിൻ്റെയും ധർമ്മം പറയുന്നുണ്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ്. ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിൽ എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഇനി വെളുത്ത രക്തകോശം എന്താണ്? നിശ്ചിത ആകൃതിയില്ല, ഇതിന് മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെളുത്ത രക്തകോശമാണ്. ഇനി ചുവന്ന രക്തകോശത്തിൽ ഡിസ്കിന്റെ ആകൃതിയാണ് അതിലുള്ളത്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നതും ഈ ചുവന്ന രക്തകോശമാണ്. ഓക്കെ, റെഡ് ബ്ലഡ് സെല്ലാണ്. ഇനി ചിത്രീകരണം വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഒന്നാമത്തേത് രക്തത്തിന്റെ ദ്രാവകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ്രാവക ഭാഗം എന്ന് പറയുന്നത് ഏതാണ് രക്തത്തിന്റെ ദ്രാവക ഭാഗം? പ്ലാസ്മയാണ്. ഓക്കെ, ഉത്തരം പ്ലാസ്മ. രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ചുവന്ന രക്തകോശം, വെളുത്ത രക്തകോശം, പ്ലേറ്റ്ലെറ്റ്. ഇത് മൂന്നുമാണുള്ളത്. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? ഇതിലാണ് രക്തം കട്ട പിടിക്കാനാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്നുള്ളിടത്ത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് എഴുതുക. ഇനി ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? ചുവന്ന രക്തകോശമാണ്. ഓക്കെ, ഇനി ഇതിൽ അടുത്ത ചോദ്യം, വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ രണ്ടെണ്ണം നിങ്ങളൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി എത്ര തരം രക്തക്കുഴലുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ? ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെയാണ് ആ രക്തത്തിന്റെ കുഴലുകൾ നോക്കൂ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ധമനി അല്ലെ, ധമനിയിലൂടെ പോയിട്ട് ലോമികകൾ വഴി സിര അല്ലെ, സിരയുമാണ്. ഈ രണ്ട് ഭാഗങ്ങളാണ് നമുക്കുള്ളത്. അത് ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു, സിര ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രക്തത്തിന്റെ കുഴലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ലോമികകൾ തന്നിട്ടുണ്ട്. വേറെന്തൊക്കെയാണ്? ധമനികളും സിരയും. അപ്പോൾ അവിടെ ധമനികൾ, സിര എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ധമനികൾ, സിരകൾ, ലോമികകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആർട്ടറീസ്, വെയിൻസ്, അതുപോലെ തന്നെ കാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഹൃദയത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഇനി ഹൃദയത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ കാണിച്ചു തരും ഏത് ഭാഗത്താണെന്ന്. ഇടതു ഭാഗത്താണ് നമ്മുടെ ഹൃദയമുള്ളത്. ഇനി ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകൾ? ഒന്ന്, ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. മുഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് ചുരുട്ടി പിടിക്കുക, അത്രയും വലിപ്പമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഇനി ഹൃദയത്തിന്റെ ആവരണം ചെയ്യപ്പെട്ട ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരിക്കാർഡിയം എന്ന് പറയുന്നത്. പെരിക്കാർഡിയം. ഓക്കെ, ഇനി മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. ഇനി എല്ലാ ജീവികൾക്കും ഇതേപോലെ ഹൃദയമാണോ, എല്ലാവർക്കും 4 അറകളാണോ ഉള്ളത് എന്ന് നോക്കുക. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ജീവിയുടെ ഹൃദയത്തിന്റെ ചിത്രമാണ് അവിടെ തന്നിട്ടുള്ളത്. അതിന് എത്രയാണ്? 5 ജോഡി പാർശ്വ ഹൃദയങ്ങളാണ് ഉള്ളത്. രണ്ടാമത്തെ ആരാണ്? നമ്മുടെ കൂറയാണ് അല്ലെ, കോക്രോച്ച് ആണ്. അതിന് 13 അറകളുണ്ട്. ഇനി ഫിഷിനാണെങ്കിൽ 2 അറകളുണ്ട്, തവളക്ക് 3 അറകളുണ്ട്, കോഴിക്ക് 4 അറകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം എന്ന് പറയുന്നത് ഒരേപോലെയല്ല, വ്യത്യസ്ത തരത്തിലും വ്യത്യസ്ത രീതിയിലുമാണ് ഉള്ളത്. ഇനി ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കാറുണ്ട് അല്ലേ. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദന സ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാക്കുന്നതാണ് പൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഹൃദയസ്പന്ദന നിരക്ക് അഥവാ ഹാർട്ട് ബീറ്റ് എന്താണ്, പൾസ് എന്താണെന്ന് മനസ്സിലാക്കി. രണ്ടും ഒന്നല്ല അല്ലേ. ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 72 പ്രാവശ്യം ഉണ്ടാവുന്നതാണ്.
എന്നാൽ ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ട് ധമനികളിലുള്ള ഒരു തരംഗമാണ് പൾസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റ് എത്ര തവണ സ്പന്ദിക്കുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് കൈയൊക്കെ വെച്ച് നോക്കുക, എന്നിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് എണ്ണി നോക്കുക. ഇനി ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് പൾസ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. പൾസ് ഒന്ന് കൈത്തണ്ടയിൽ വെച്ച് നോക്കിയാൽ വേണ്ടി അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഡോക്ടറെ അടുത്തൊക്കെ പോകുമ്പോൾ കൈത്തണ്ടയിൽ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. ഇനി നെറ്റിയുടെ ഇരുവശങ്ങളിൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. ആ ചിത്രത്തിൽ കാണുന്നില്ല, അതേപോലെ നെറ്റിയുടെ ഇരുവശങ്ങളിൽ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കഴുത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മുട്ടിന് പുറകിൽ നോക്കിയാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ കഴുത്ത്, മുട്ടിന് പുറകിൽ, ഇത് രണ്ടും നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഇനി ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം ശ്രദ്ധിക്കൂ. ഇതിനായി ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇതിന്റെ ഉപയോഗം എന്താണ്? ഏതാണ് കൂട്ടുകാരെ ഉപകരണം? സ്റ്റെതസ്കോപ്പ് ആണ് അല്ലേ. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക് ആണ് ഇത് ആദ്യമായി നിർമ്മിച്ചത്. ഓക്കെ, ഇനി സ്റ്റെതസ്കോപ്പിന്റെ ഒരു മാതൃക ഇവിടെ പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് ട്യൂബ്, അതുപോലെ തന്നെ വൈറ്റ് ട്യൂബ്, ഫണല്, പോളിത്തീൻ ട്യൂബ്, ബലൂണ്, 2 ഇയർബഡ്സ്, എയർബോ, ഇൻസുലേഷൻ ടേപ്പ്, ഇതേയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരുടെ ഹൃദയസ്പന്ദന നിരക്ക് മനസ്സിലാക്കുക. അതിവിടെ എഴുതാനും പറയുന്നുണ്ട്. ഇനി ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും താരതമ്യം ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തൽ എന്താണെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഹൃദയസ്പന്ദന നിരക്ക് മനസ്സിലാക്കുക, പിന്നെ നിങ്ങൾ പൾസും കൂടെ നോക്കുക. അത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് എഴുതുക. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും തുല്യമായിരിക്കില്ലേ, അഥവാ അത് രണ്ടും തുല്യമായിരിക്കും. ആയാസമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് ഹൃദയസ്പന്ദനം, പൾസ് എന്നിവയുടെ നിരക്കിൽ മാറ്റമുണ്ടാകുമോ? കുറച്ച് സമയം ഓടിക്കളിച്ചതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും ഉണ്ടായ മാറ്റം കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതുപോലെ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ഇതൊന്ന് എഴുതുക. ഇനി പ്രായം, രോഗാവസ്ഥ ഇവ അനുസരിച്ച് ഹൃദയസ്പന്ദനം, പൾസ് എന്നിവയുടെ നിരക്കിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഹൃദയാരോഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആരാ പറയുന്നത്? ഹൃദയം പറയാണ്. അതുപോലെ പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. ശൈലി രോഗങ്ങൾ എന്നെ തളർത്തും. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഹൃദയത്തിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഹൃദയത്തിന് എന്താ സംഭവിക്കുക? ആരോഗ്യം നഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാർ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുക. ഇനി ഇവിടെയുള്ള ചിത്രീകരണം വിശകലനം ചെയ്ത് കണ്ടെത്തിയ വസ്തുതകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. ശരിയായ ആഹാരശീലങ്ങൾ, വ്യായാമം, ജീവിതചര്യകൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ആഹാരശീലങ്ങളും നല്ല ആരോഗ്യവും വ്യായാമവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? നല്ല ജീവിതവും നല്ല ഹൃദയം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹൃദയവും നമുക്ക് ലഭിക്കും. അടുത്തത്, മുറിവുണ്ടായാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക എന്നതാണ് നോക്കേണ്ടത്. ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലായല്ലേ. ഇനി രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സംഭവിക്കുക? കളിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി, രക്തം ഒഴുകുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒന്ന് ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തി പിടിക്കുക, കയ്യിലാണ് മുറിവെങ്കിൽ ഉയർത്തിപ്പിടിക്കുക. അതുപോലെ രക്തപ്രവാഹം നിലക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക, വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. അപ്പം ഇങ്ങനെയാണ് നിങ്ങളൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഹൃദയം മാറ്റിവെക്കാം എന്ന് പറയുന്നുണ്ട്. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഓക്കെ, ഇനി അടുത്തത് രക്തദാനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ, രക്തദാനം, മഹാദാനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുക? ഒരാൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾക്ക് തലചുറ്റൽ അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അയാൾക്ക് ക്ഷീണം വരും, അയാൾ മരണം വരെ സംഭവിക്കും. അപ്പോൾ ഒരാൾ
സ്വമനസ്സാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം എന്ന് പറയുന്നത്. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹിക സേവനം എന്ന നിലയിൽ ഇതിന്റെ ഭാഗമാകുമല്ലോ. രക്തദാനവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ആവശ്യത്തിലധികം ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് കൊടുത്ത് നല്ലൊരു ദാനത്തിൽ നമ്മൾ പങ്കാളികളാവണം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വിസർജന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. ഓക്കെ, എക്സ്ക്രേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് അല്ലേ. ഇനി ശ്വസന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏത് വാതകമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? നമ്മുടെ ലങ്സ് വഴിയാണ് നമ്മളിത് പുറന്തള്ളുന്നത്. ഇനി മറ്റെന്തെല്ലാം വിസർജ്യ വസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? നമ്മുടെ ശരീരത്തിലുള്ളത് ബാക്കി എന്താണ്? ഒന്നും ആവശ്യമില്ലാത്ത വേസ്റ്റ് വസ്തുക്കളാണ് ഉള്ളത്. അവയെ പുറന്തള്ളാൻ ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് വിസർജനം? എക്സ്കർഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ജീവല പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൃക്കകൾ, കിഡ്നി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായി പ്രവർത്തിക്കുന്നു. വൃക്കയുടെ ആകൃതി എന്താണ്? ചിത്രം നോക്കൂ, എന്താകൃതിയാണ്? ഒരു പയറുമണിയുടെ പോലെയാണ് അല്ലേ. ഒരു പയറുമണിയുടെ ആകൃതിയാണ്. ഇനി നൽകിയിരിക്കുന്ന കുറിപ്പും ചിത്രവും അടിസ്ഥാനപ്പെടുത്തി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ എന്താണെന്ന് നോക്കാം. വൃക്കയും അരിക്കലും. പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കധമനിയാണ്. വൃക്കധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നത് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, വൃക്കധമനി കാണാനുണ്ട്, വൃക്കസിര കാണാനുണ്ട്, വൃക്ക കാണാനുണ്ട്, മൂത്രവാഹി, അത് നേരെ പോകുന്ന എവിടേക്കാണ്? മൂത്രാശയത്തിലേക്കാണ് അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, നമുക്കതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. എന്താണ്? വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന കുഴൽ ഏതാണ്? ഏത് കുഴലിലൂടെയാണ്? വൃക്കധമനിയിലൂടെയാണ്. ഓക്കെ, വൃക്കധമനിയിലൂടെയാണ്. വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കസിരയാണ്, വൃക്കസിര. ഇനി വൃക്കധമനി, വൃക്കസിര എന്നീ രക്തക്കുഴലുകൾ രക്തത്തിന് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എന്താണ്? വൃക്കധമനിയിൽ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നു. വൃക്കസിര എന്ന് പറയുന്നത് വൃക്കയിൽ നിന്നും രക്തം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി വൃക്കയിൽ നിന്നും മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? ഏത് കുഴലാണ്? മൂത്രവാഹിയാണ്. ഓക്കെ. ഇനി വിസർജനാവസ്ഥയിൽ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? ഏത് ഭാഗത്താണ്? മൂത്രാശയത്തിലാണ്. ഓക്കെ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ കണ്ടെത്തി. ഇനി കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡോക്ടർ, മൂത്രമൊഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നു, കൂടാതെ അടിവയറ്റിലും വേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാറില്ലേ? അപ്പോൾ കുട്ടി പറയാണ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നതിനാൽ ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ. വീട്ടിൽ തിരിച്ചെത്തിയേ മൂത്രമൊഴിക്കും. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ മൂത്രവാഹിയിലും മൂത്രാശയത്തിലും അണുക്കൾ പെരുകി മൂത്രാശയ അണുബാധയുണ്ടാകുമെന്ന് ഡോക്ടർ പറയാണ്. ഇവിടെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറുമായി അഭിമുഖം നടത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ താഴെ ഒരു ചിത്രം നോക്കൂ. എന്താണ്? വൃക്ക പറയുന്ന കാര്യങ്ങളാണ്. വൃക്ക പറയാണ്, പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ, ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണേ, അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണേ, ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ, കൃത്രിമ പാനീയങ്ങളുടെ അമിതോപയോഗം ഒഴിവാക്കണേ, ദിവസവും വ്യായാമം ചെയ്യണേ. ആരാ പറയുന്നത്? വൃക്കയാണ്. എന്തിനാണ്? വൃക്കയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം പുകവലി, മദ്യപാനം ഉള്ളവർക്കൊക്കെ വൃക്ക പെട്ടെന്ന് തന്നെ തകരാറിലാവും. അതുപോലെ തന്നെ അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക, എന്നും ദിവസം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതുപോലെ ഈ സോഡ, അതുപോലെ കൃത്രിമമായിട്ടുള്ള ഒരുപാട് പാനീയങ്ങളുണ്ട് അല്ലേ, പെപ്സി, അത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ
ഇത്തിരിയൊക്കെ കുടിക്കാമല്ലാതെ നമ്മളെന്താണ് അമിതമായിട്ട് കുടിക്കാൻ പാടില്ല. ദിവസവും വ്യായാമം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വൃക്ക നല്ല ആരോഗ്യമുള്ളതായിട്ട് മാറും. ഇനി വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഡയാലിസിസ് ചെയ്യാറുണ്ട് നമ്മൾ. ഓക്കെ, ഡയാലിസിസ് ആണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി വൃക്ക മാറ്റിവെക്കൽ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതിനാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയാം. ഇപ്പം നമ്മൾ വൃക്ക കേടുവന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഉപയോഗങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആരോഗ്യമുള്ള ഒരാളിൽ നിന്നും വൃക്ക നമുക്ക് മാറ്റിവെക്കാം. കാരണം നമുക്ക് 2 വൃക്കകളാണ് ഉള്ളത്. അപ്പോൾ 2 വൃക്കയും തകരാറിലായാൽ മാത്രമേ നമ്മൾ ഒരു വൃക്ക എടുത്തു വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റ് വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് പുറത്തു വരുന്നത്? ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു? ഇതെങ്ങനെയാണ്? നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു സുഷിരങ്ങൾ വഴിയാണ് ഇത് പുറത്തു പോകുന്നത്. അപ്പോൾ ശരീരത്തിൽ ഇത്തരത്തിൽ പുറത്തു പോകുമ്പോൾ എന്തൊക്കെയാണ് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെ? ഒന്ന് ജലം, പിന്നെന്താണ്? ജലം മാത്രമാണോ? അല്ല, ജലവും ഉപ്പും. ഓക്കെ, അപ്പോൾ അവിടെ ഉപ്പ് എന്നും കൂടെ എഴുതി കൊടുക്കാം. നൽകിയിരിക്കുന്ന കുറിപ്പ് വിശകലനം ചെയ്ത് ത്വക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് വിയർപ്പ് എന്നുള്ളത് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ത്വക്കിൽ നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് വെള്ളവും അതുപോലെ തന്നെ ജലവും അതിൻ്റെ ലവണങ്ങളും ാണ് നമ്മുടെ ഈ ഒരു വിയർപ്പിലൂടെ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഉപ്പും അതുപോലെ തന്നെ ജലവുമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താനും മറ്റുമൊക്കെ ഈ വിയർപ്പ് സഹായിക്കുന്നുണ്ട്. ഇനി ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയ രോഗങ്ങൾ ഉണ്ടാക്കും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലേ, ത്വക്കൊക്കെ നല്ല വൃത്തിയായാൽ മാത്രമേ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു വിയർപ്പൊന്നും അവിടെ നിൽക്കാതെ ഇരിക്കുകയുള്ളൂ. ഇനി ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാധാന്യം നമുക്കിപ്പോൾ മനസ്സിലായി അല്ലേ. അടുത്തത് വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. ഇനി അവരുടെ പങ്ക് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഓക്കെ, ശ്വാസകോശം, ലങ്സ് എന്താണ്? കോശങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നത് ആരാണ്? ശ്വാസകോശമാണ്. ഇനി കരളോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും ഈ കരൾ തന്നെയാണ്. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നോക്കാം. കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന അവയവം ഏതാണ്? ആരാണ്? ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏതാ? കരള്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏത്? യൂറിയ. കരളിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കരളിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങളും ജീവികളാണല്ലോ, അവയിലും വിസർജനം നടക്കുന്നുണ്ട്. സസ്യങ്ങളിലെ വിസർജന രീതിയെ പറ്റി നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്തൊരു സെക്ഷനാണ് നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങൾ ഉണ്ടല്ലോ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണോ പ്രവർത്തിക്കുന്നത്? ആണോ? അല്ല അല്ലേ. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൈ മാത്രമാണോ? അവിടെ തലച്ചോറും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, ചെവി പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് ഒരു പേന താഴെ വീണു എന്ന് വിചാരിക്കും. അത് എടുക്കുമ്പോൾ ഏതെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്? ഏതൊക്കെയാണ്? കയ്യിൽ നിന്ന് നമ്മൾ പെണ്ണ് വീണു, അതെടുക്കാൻ പോകുമ്പോൾ കൈ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ നട്ടെല്ല് പ്രവർത്തിക്കുന്നുണ്ട്, കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, ചെവി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് സംഭവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇനി ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലോ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്, എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ കണ്ണിനു നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടക്കും അല്ലേ? കണ്ണിന് നേർക്ക് ഒരു ടോർച്ച് പ്രകാശിപ്പിച്ചാലോ, അപ്പോഴും നമ്മൾ കണ്ണടക്കും. ഇനി ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്, അത് എങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ നാഡീവ്യവസ്ഥ പ്രകാരമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? തലച്ചോറ്, അതുപോലെ തന്നെ സുഷ്മിന, നാഡികൾ, ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ നാഡീവ്യവസ്ഥ. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയാണ് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെയും കേന്ദ്രം മസ്തിഷ്കം തന്നെയാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിന് പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിന് ഉള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനകത്തെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ എന്താണ്? നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. ഇന്ന് ഒരുപാട് ടെക്നോളജി വളർന്നിട്ടുണ്ട്, ഒരുപാട് കമ്പ്യൂട്ടറുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തലച്ചോറിൻ്റെ അത്രയും ഒന്നും വരില്ല. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ എന്താണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്ന കവചത്തിന്റെ പേരെന്ത്? തലയോട്ടി. ഇനി നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തലച്ചോറ്, സുഷ്മിന, നാഡികൾ, ഇതൊക്കെയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. തലച്ചോറ്, സുഷ്മിന, നാഡികൾ. ഇനി അടുത്തൊരു സെക്ഷനാണ് കൗമാരവും ആരോഗ്യവും. നമ്മളെല്ലാവരും, കൂട്ടുകാരെല്ലാവരും ഇപ്പോൾ ഏത് പ്രായത്തിലാണ്? കൗമാര പ്രായത്തിലാണല്ലേ? കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് കൗമാരപ്രായം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ആരോഗ്യം നോക്കേണ്ടത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? വളരെ പെട്ടെന്ന് തന്നെ ജീവശാസ്ത്രപരമായിട്ട് ഒരുപാട് വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. തലച്ചോറിന്റെ വികാസം നടക്കും, ഉയരത്തിലും തൂക്കത്തിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയും ഗ്രന്ഥികളുടെ വളർച്ചയൊക്കെ പ്രവർത്തനക്ഷമതയാവുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു കൗമാര കാലഘട്ടത്തിലാണ്. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ശാരീരിക മാറ്റങ്ങൾ എന്നാണ് നോക്കുന്നത്. ആൺകുട്ടികൾക്കാണെങ്കിൽ വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാവുന്നു, ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിലൊക്കെ രോമങ്ങളൊക്കെ വളരും, ശബ്ദത്തിനൊരു ഗാംഭീര്യമുണ്ടാവും, ബീജോത്പാദനം ആരംഭിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആൺകുട്ടികളിൽ വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പെൺകുട്ടികളിലെത്തുമ്പോൾ വളർച്ച ത്വരിതപ്പെടുന്നു, പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാവുന്നു, ജ്ഞാനേന്ദ്രിയങ്ങളിലും ഭാഗത്തും കക്ഷത്തിലുമൊക്കെ രോമങ്ങളൊക്കെ വളരാൻ വേണ്ടി തുടങ്ങും, ശബ്ദ സൗകുമാര്യം ഉണ്ടാവുന്നു, അഥവാ ശബ്ദത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു, അണ്ടോത്സർജനം നടത്തുന്നു, ആർത്തവം ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് പെൺകുട്ടികളിലുണ്ടാവുന്ന ഈ ഒരു കൗമാരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇതിൽ ചോദിക്കുന്നുണ്ട്, കൗമാരകാലത്തെ ഇത്തരം ചില ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ലേയും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വളർച്ചയായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പെരുമാറാനും അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുക. ഇനി എന്താണ് ആർത്തവം, മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നുണ്ട്.
എല്ലാ മാസവും പ്രത്യുൽപാദനത്തിലുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ അന്തരപാളിയിൽ ധാരാളം രക്തലോമികളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തലോമികളും മറ്റു കലകളും ഗർഭാശയത്തിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവത്തിന് സമയത്തും കലശമായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടായേക്കാം. ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ആർത്തവം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് നമുക്കറിയാം. സ്ത്രീകൾ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഗർഭപാത്രം അല്ലെ, ഗർഭാശയമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ പാളി പൊട്ടുമ്പോൾ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ആർത്തവം എന്ന് പറയുന്നത്. അത് ഓരോ 28 ദിവസം കൂടുമ്പോഴുമാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ആർത്തവ ശുചിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ആർത്തവ കാലത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇന്ന് ഒരുപാട് ടെക്നോളജി, ഒരുപാട് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെത്തേഡ്സ് നമുക്കുണ്ട്. ഇനി ആർത്തവ കാലത്ത് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളാണ്, സാനിറ്ററി നാപ്കിനുകളാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, അസൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മേന്മകൾ? ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ എളുപ്പം ലഭ്യമാണ്, വലിച്ചെടുക്കാനുള്ളതോ നമ്മുടെ രക്തസ്രാവത്തെ വലിച്ചെടുക്കാനുള്ള, ബ്ലഡിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ ഈ 3 പോയിന്റ് എഴുതുക. ഇനി ഇതിൻ്റെ അസൗകര്യങ്ങൾ എന്ന് പറയുന്നത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ ലീക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അലർജികൾ, ചിലർക്ക് അലർജികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അസൗകര്യങ്ങൾ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗ രീതി, ആർത്തവകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിന്, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിന്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അലർജികളും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് കൗമാരകാലത്തെ ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്? താഴെ കൊടുത്ത സൂചനകളെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. അപ്പോൾ എത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണമെന്ന് ആലോചിക്കാം. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും രക്തം ഉണ്ടാവാനുള്ള, അയണൊക്കെ ഉണ്ടാവുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇരുമ്പൊക്കെ ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, അതുപോലെ തന്നെ കോഴിമുട്ട, പാല്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി പഠിച്ച വിവിധ ആന്തരാവയവങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മെഡിക്കൽ എക്സിബിഷനുകൾ നടക്കാൻ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്തത് ലൈംഗിക ചൂഷണത്തെ കുറിച്ചിട്ടാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകാറുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. ഇനി ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഒന്ന്, അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ തടയണം. ഓക്കെ, നമ്മുടെ ശരീരമാണ്, നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഇതാക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊടാനോ ഒന്നിനും യാതൊരു അനുവാദവും നമ്മൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈംഗിക ചുവയോട് സംസാരിക്കുന്നവരെ
നോക്കുന്നവരെയും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചറോടോ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബത്തിലെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ പറയാം. ഇനി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിന് വേണ്ടി പ്രേരിപ്പിക്കുന്നവരെയും നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപകാരങ്ങൾ നൽകുന്നവരെയും നോട്ട് ചെയ്യുക. ഇനി മുകളിൽ സൂചിപ്പിച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ മാതാപിതാക്കളെ, സഹപാഠികളെ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണ്? എന്ത് സംഭവം ഉണ്ടായാലും അതൊക്കെ തുറന്നു പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്നുകിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലേഴ്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് പറയാം. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായിട്ട് പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏതുതരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നിങ്ങൾക്ക് വിളിക്കാം. ഏതാണ്? ഇവിടെ ലോഗോയിൽ നോക്കൂ, 1098 1998 ആണ്. ഇത് നിങ്ങൾക്ക് നൈറ്റിലും ഡേയിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് കുട്ടികളുടെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ഏരിയയും നല്ല രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ വിലയിരുത്തൽ പ്രവർത്തനവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കറിയാം പുതിയ സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും പോയി കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.